നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എൻ്റെ അമ്മോ, അങ്ങനെ ഒരു കണക്കിന് ചേച്ചിയുടെ ലവ് ഇന്നല്ല അനാമിക ഒരു ലവ് കോൺസെപ്റ്റിനെ പറ്റി ബോസിന്റെ അടുത്ത് അവതരിപ്പിക്കണം എന്നുള്ള കാര്യം പറഞ്ഞേ. ഞാനാണെങ്കിൽ പോവാനായിട്ട് റെഡി ആയിട്ടുമില്ല. ശരി, വേഗം റെഡി ആയിട്ട് പോകാൻ നോക്കാം. ലവ് ചെയ്താലോ ഋഷി? ഓ സോറി നമ്മുടെ ഡെമോയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രോജക്റ്റേ ലവ് കോൺസെപ്റ്റിൽ ചെയ്താലോ എന്നാ ഞാൻ ചോദിച്ചത്. എന്താ പെട്ടെന്ന് ലവ്? അങ്ങനെ ചോദിച്ചാൽ ലവ് അല്ലേ യൂണിവേഴ്സൽ ലാംഗ്വേജ്. അത് മാത്രമല്ല, ക്ലയൻസ് പ്രതീക്ഷിക്കുന്നത് നമ്മുടെ ലൈഫ് സ്റ്റൈൽ വെച്ചിട്ടുള്ള ഒരു പ്രസന്റേഷനാ. അതിന് ലവ് തന്നെയായിരിക്കും ബെസ്റ്റ് ചോയ്സ്. നല്ല ഐഡിയ തന്നെയാ. താൻ പറയുന്ന പോലെ ലവ് ചെയ്യുകയാണെങ്കിൽ നന്നായിരിക്കും. ഐ മീൻ ലവ് കോൺസെപ്റ്റില് ഒരു പ്രസന്റേഷൻ. അല്ല, താൻ ആരെങ്കിലും ലവ് ചെയ്തിട്ടുണ്ടോ അനാമിക? ഋഷി, ഫ്രാങ്ക് ആയിട്ട് പറ. ചെറുപ്പത്തിലുള്ള സ്കൂൾ ഡേയ്സ് അല്ലെങ്കിൽ കോളേജില് തനിക്ക് ഏതെങ്കിലും ലവ് ഉണ്ടായിരുന്നോ? ഇതേ ചോദ്യം ഞാൻ അങ്ങോട്ട് ചോദിക്കട്ടെ. ഋഷിക്ക് അങ്ങനെ ആരോടെങ്കിലും പ്രേമം തോന്നിയിരുന്നോ? ഒരു ചോദ്യത്തിന് ഉത്തരം മറ്റൊരു ചോദ്യമല്ല. ആദ്യം എന്റെ ചോദ്യത്തിന് മറുപടി പറ. താൻ ആരെങ്കിലും ലവ് ചെയ്തിട്ടുണ്ടോ? ഇല്ല ഋഷി. അതെന്താ? തോന്നിയില്ല. മനസ്സിലായില്ല. എന്നെ ഒരുപാട് പേർക്ക് ഇഷ്ടമായിരുന്നു. എന്തിന്, പ്രപ്പോസ് ചെയ്തിട്ട് വരെ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അങ്ങനെ ഒരു ഫീൽ ആരോടും തോന്നിയിട്ടില്ലായിരുന്നു. അത്രേ ഉള്ളൂ. ഋഷിയുടെ ചോദ്യത്തിന് മറുപടി കിട്ടിയില്ലേ? ആരെയും സ്നേഹിച്ചിട്ടില്ലെന്ന് പറയുന്നുണ്ടല്ലോ. അങ്ങനെ ഇരിക്കുമ്പോ ലവ് കോൺസെപ്റ്റില് ഒരു പ്രസന്റേഷൻ ചെയ്യാൻ പറ്റുന്നത് താൻ എങ്ങനെയാ വിശ്വസിക്കുന്നത്? അതവിടെ ഇരിക്കട്ടെ. ഋഷി ആരെയും പ്രേമിച്ചിട്ടില്ലെന്ന് ഉറപ്പാ? വീണ്ടും എന്റെ ചോദ്യത്തിന് ഉത്തരം മറു ചോദ്യമാണോ? മറുപടി തന്നെ ചോദ്യത്തിലാണ് ഉള്ളതെങ്കിലോ? കമോൺ ഋഷി, പറ. ഋഷി ആരെയും പ്രേമിച്ചിട്ടില്ലേ? ഓഫ് കോഴ്സ് ഉണ്ടായിട്ടുണ്ട്. ആരെ? ഒരേ ഒരാളെ. അയ്യോ, അതാരാണെന്നാ ഞാൻ ചോദിച്ചേ. സക്സസ്. സക്സസോ? അതെ, ഞാൻ സ്നേഹിച്ചത് സക്സസിനെ. ലൈഫിൽ സക്സസ്ഫുൾ ആയി കഴിഞ്ഞാ ഈ ലവ് എല്ലാം നിസ്സാര കാര്യമാണ്. അപ്പോ ഒരാൾ സ്നേഹിക്കേണ്ടത് സക്സസിനെയല്ലേ? സക്സസ് എന്നതൊരു ഡ്രീം അല്ലേ ഋഷി? ലവ് അതല്ലേ അനാമിക? നിറവേറുവോ ഇല്ലയോ എന്നറിയാത്ത ഒരു ഡ്രീം. അതിനുവേണ്ടി ടൈം വേസ്റ്റ് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. ഈ ലവ് എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, ജസ്റ്റ് അട്രാക്ഷൻ. അതിനെ പോയി അപൂർവമായത്, അനശ്വരമായത് എന്നൊക്കെ പറയുന്ന ശുദ്ധ മണ്ടത്തരവാ, വിഡ്ഢിത്തരം. അങ്ങനെയാണോ? അതെ, ശരിക്കുള്ള സ്നേഹം എന്ന് പറയുന്നത് ഈ ലോകത്ത് ഒരിക്കലും ഉണ്ടായിട്ടില്ല. എന്റെ കാഴ്ചപ്പാടില് താജ്മഹൽ എന്ന് പറയുന്നത് ഷാജഹാന്റെ ആർക്കിടെക്ചറൽ സക്സസ് മാത്രമാണ്. ലവിന് ഇങ്ങനെ ഒരു ഡെഫിനിഷൻ ആരും പറയുന്നത് ഞാൻ കേട്ടിട്ടേ ഇല്ല. കാരണം എന്നെ പോലെ പ്രാക്ടിക്കലായി ചിന്തിക്കുന്ന ഒരാളെ ഇതുവരെ അനാമിക കാണാത്തോണ്ടാ. അപ്പൊ ഋഷി പറയുന്നത് നമ്മുടെ ഡെമോയ്ക്ക് വേണ്ടി ഒരു ലവ് കോൺസെപ്റ്റ് വേണ്ടെന്നാണോ? ഞാനങ്ങനെ പറഞ്ഞില്ലല്ലോ. അപ്പൊ നമുക്ക് ഈ കോൺസെപ്റ്റ് പ്രൊസീഡ് ചെയ്യാം അല്ലേ? തീർച്ചയായിട്ടും പ്രൊസീഡ് ചെയ്യാം. എന്റെ മനസ്സിലുള്ള സ്നേഹത്തിനും ഈ പ്രോജക്റ്റിൽ വരാൻ പോകുന്ന സ്നേഹത്തിനും ഒരുപാട് വ്യത്യാസമുണ്ട്. താങ്ക്സ് ഋഷി. അപ്പൊ ഞാൻ എന്തായാലും ടീമിനോട് സംസാരിച്ചിട്ട് വർക്ക് ഇന്ന് തന്നെ തുടങ്ങാം. ഓഫ് കോഴ്സ്. എന്താ നോക്കുന്നേ? ഞാൻ പറഞ്ഞില്ലേ ഈ പ്രോജക്റ്റ് നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് ചെയ്യാൻ പോകുന്നതെന്ന്. ഇതുപോലെ നമുക്ക് ധാരാളം ഡിസ്കസ് ചെയ്യണം. അപ്പോഴേ നല്ല കോൺസെപ്റ്റ് കിട്ടുള്ളൂ. പ്രോജക്റ്റ് സക്സസ് ആവണം. അത് കറക്റ്റ് ഋഷി. ഞാൻ ടീമിനോടൊന്ന് സംസാരിച്ചിട്ട് ഋഷിയെ അപ്ഡേറ്റ് ചെയ്യാം. യാ ഷോ.
ചേച്ചി എന്തോ പറ്റി ചേച്ചി ഇങ്ങനെ ഒറ്റയ്ക്കിരുന്ന് ചിരിക്കുന്നേ? പ്രോജക്റ്റ് റിജക്റ്റ് ആയതുകൊണ്ട് ലൂസ് ആയോ നിനക്ക്? ഞാൻ അപ്പഴേ പറഞ്ഞതല്ലേ ഈ പ്രോജക്റ്റ് ഒന്നും നിനക്ക് സെറ്റ് ആവില്ലെന്ന്. രണ്ടുപേരും ഒന്ന് മിണ്ടാതിരിക്കൂ. ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്നത് വേറൊരു കാര്യം. വേറെ എന്താ മോളെ ആലോചിച്ചോണ്ടിരുന്നേ? അതങ്കിളെ, ഞങ്ങൾ ഇനി ചെയ്യാൻ പോകുന്ന കോൺസെപ്റ്റിനെ പറ്റിട്ട് ആലോചിച്ചതായിരുന്നു. അനാമികേ, നിനക്കെന്താ പറ്റിയേ? നീ എന്തിനാ അങ്ങനെ ടെൻഷൻ അടിക്കുന്നേ? അങ്ങനെയല്ലച്ചാ, എന്നെ വിശ്വസിച്ചിട്ട് കമ്പനിയിൽ നിന്ന് തരുന്ന ആദ്യത്തെ പ്രോജക്റ്റാ. അത് മിസ്സാവാതിരിക്കാനാ ഞാൻ ട്രൈ ചെയ്തോണ്ടിരിക്കുന്നെ. എന്താ മോളെ ഇത്? ഇതിനൊക്കെ എന്തിനാ നീ ടെൻഷൻ ആവുന്നത്? നിന്റെ ബുദ്ധി കൊണ്ട് ഏത് പ്രോജക്റ്റ് സക്സസ് ആവും. കണ്ടോ, അമ്മ പറഞ്ഞത് കേട്ടില്ലേ? ഒരു ടെൻഷനും വേണ്ട. അടുത്ത തവണ ഒരു പുതിയ കോൺസെപ്റ്റ് ഉണ്ടാക്കണം എന്നല്ലേ ഉള്ളൂ. അതേന്നേ. ഉറപ്പായിട്ടും അച്ഛാ. വസന്ത്, നീ എന്താടാ മുഖം വെറുപ്പിച്ച് മിണ്ടാതിരിക്കുന്നേ? വേറൊന്നും അല്ലമ്മേ, ഇതാ ഞാൻ മ്യൂസിക്കൽ ചെയ്ത ആദ്യത്തെ പ്രോജക്റ്റ്. അത് നടക്കാതെ പോയല്ലോ, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ കുറച്ച് സെന്റിമെന്റൽ ആയി പോയതാ. ഓ, വസന്തേ, ടെൻഷൻ ആവാതെടാ. നീ ഈ പ്രോജക്റ്റ് എന്നല്ല ഏത് പ്രോജക്റ്റ് ചെയ്താലും അത് കൊളാകും. കവിത, ചുമ്മാ ഇരിക്കേ. അവനൊരു പാവമല്ലേ. എടാ വസന്തേ, മ്യൂസിക്കിൽ നിന്റെ ഇൻസ്പിറേഷൻ ആരാ? AR റഹ്മാൻ അങ്കിൾ. ആ AR റഹ്മാൻ എന്താ പറഞ്ഞിരിക്കുന്നറിയോ? വലിയ വലിയ തോൽവികളിൽ നിന്നാണ് വലിയ വലിയ വിജയങ്ങൾ ഉണ്ടാകുന്നതെന്നാണ്. നമ്മൾ ഒരിക്കൽ തോറ്റുപോയെന്ന് വിചാരിച്ച് ഒരിക്കലും പരിശ്രമിക്കാതിരിക്കരുത്. മനസ്സിലായോ? ശരി അങ്കിൾ. ഇത് നിനക്ക് മാത്രമുള്ളതല്ല അനാമിക, നിന്നോടും കൂടിയാ. അച്ഛാ, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. റഹ്മാൻ പറഞ്ഞ കാര്യമൊക്കെ അച്ഛൻ മനസ്സിലാക്കി വെച്ചിട്ടുണ്ടോ? നിങ്ങൾ പറഞ്ഞ ഈ റഹ്മാനെ സക്സസ്ഫുൾ മ്യൂസിഷ്യൻ ആയിട്ടല്ലേ നിങ്ങൾ കാണുന്നേ? ഞാൻ അദ്ദേഹത്തെ ഒരു സക്സസ്ഫുൾ പേഴ്സൺ ആയിട്ടാ കാണുന്നേ. അത്രേ ഉള്ളൂ. അതൊക്കെ പോട്ടെ അനാമിക, നിന്റെ ഓഫീസില് ആരും നിന്നെ ഹെൽപ്പ് ചെയ്യുന്നു പറഞ്ഞിരുന്നല്ലോ. അവന്റെ പേരെന്താ? അവന്റെ പേര് നന്ദ. ശരിക്കും ഒരു പാവം ക്യാരക്ടറാ. ഓ, അത് ശരി. എന്നിട്ട് എന്നോട് പറഞ്ഞില്ലല്ലോ. അത് അച്ഛൻ ഇന്നലെ വന്നപ്പോ ലേറ്റ് ആയില്ലേ, അതുകൊണ്ടാ പറയാൻ പറ്റാതായത്. ആക്ച്വലി ഞങ്ങളുടെ പ്രോജക്റ്റിൽ ഉണ്ടായിരുന്ന വൈറസ് പ്രോബ്ലം അവനായിരുന്നു സോൾവ് ചെയ്ത് തന്നത്. ഓ, അത് മാത്രമല്ല അച്ഛാ, ആനിമേഷനിലും അവന് ശരിക്കും നല്ല ടാലന്റ് ഉണ്ട്. അതുകൊണ്ടാ ഞാൻ ബോസിനോട് സംസാരിച്ച് അവനെ നമ്മുടെ ടീമിലേക്ക് എടുക്കാൻ വേണ്ടി പറഞ്ഞത്. കൊള്ളാവല്ലോ. നീ റെക്കമെൻഡ് ചെയ്യാൻ മാത്രം അത്രയ്ക്ക് നല്ല പയ്യനാണോ? എങ്കിലത് വലിയ കാര്യം തന്നെ. അതെ അമ്മേ, ശരിക്കും നല്ല പയ്യനാ അവൻ. അങ്ങനെയാണോ? ശരി. എന്നാ പയ്യന്റെ ഫോട്ടോ ഒന്ന് കാണിച്ചേ, ഞങ്ങൾ ആ മുഖം ഒന്ന് കാണട്ടെ. ഉം. ഇങ്ങതാ, ഞാൻ നോക്കട്ടെ. എടാ, ഒന്നിങ്ങോട്ട് കാണിക്കടാ. വലിയ കുഴപ്പമില്ല. ഇങ്ങ് തന്നെ, ഞാനൊന്ന് നോക്കട്ടെ. ഓക്കെ, സ്മാർട്ടാണ്. എടി, പെട്ടെന്ന് നോക്കിയിട്ട് അച്ഛൻ്റെ അടുത്ത് കൊടുക്ക്. ശരി. പയ്യൻ സൂപ്പറാണ് ട്ടാ. നന്നായിട്ടുണ്ട്. അതെ, നന്നായിട്ടുണ്ട്. ആ ഫോണിക്ക് തന്നെ ഞാനും നോക്കട്ടെ. കൊഴപ്പില്ല, പയ്യനെ കാണാൻ നല്ല ഭംഗിയുണ്ട്. അമ്മ അവനെ നോക്കിയിരുന്നത് മതി. ആ ഫോണിങ്ങിതാ. എടി, അനാമിക, ഒന്ന് നിക്ക്. എന്റെ മോൾ ഇങ്ങനെയൊക്കെ സഹായിച്ച ആ പയ്യൻ ആര്, എങ്ങനെ ഇരിക്കുന്നു എന്നൊക്കെ അച്ഛനും കാണണ്ടേ? ആ ഫോണൊന്ന് കാണിക്കേ. ഇതാ ഞാൻ തരാച്ച. നന്ദയെ കണ്ടു കഴിഞ്ഞാ ഉറപ്പായിട്ടും അച്ഛന് ഇഷ്ടാവും. ഓ, അങ്ങനെയാണോ? എന്നാ ഞാനൊന്ന് കണ്ടു നോക്കട്ടെ. ഇങ്ങിതാ. ഇതാച്ച.